റോഡ് നിർമ്മാണത്തിലെ പിഴവുകളുടെ വാർത്തകൾ പലപ്പോഴായി നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവച്ചിട്ടുള്ളതാണ്. കോട്ടയം നഗരത്തിലെ പ്രധാന ബൈപ്പാസിലും അപകടക്കുഴികൾ ഉണ്ടായിരുന്നു. നിരവധി പേർക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. 24 ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഇന്ന് ഇടപെടലുണ്ടായി. കോട്ടയം ഇരയിൽക്കടവ് ബൈപ്പാസിൽ രൂപപ്പെട്ട കുഴികൾ PWD മൂടി. ടാറിംഗ് നാളെ പൂർത്തിയാക്കും. ഇത് 1.5 കിലോമീറ്റർ സ്ട്രെച്ചാണ്. ആദ്യമായിട്ട് വന്ന സംഭവമായത്. ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. മഴയുള്ള സമയത്ത് വെള്ളത്തിൽ കഴിവത് ഇറക്കാതെ മറ്റ് നല്ല വഴികളിൽ പോവുക. എല്ലാ ദിവസവും സൈക്ലിങ്ങിന് ഇറങ്ങുന്ന ഒരാളാണ്. പക്ഷേ കഴിഞ്ഞ ഈ പ്രളയം തുടങ്ങിയ മഴ തുടങ്ങിയ മുതൽ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം ഇവിടെ റോഡ് വെള്ളത്തിലാണ്, നമുക്ക് പറ്റുന്നില്ലായിരുന്നു. ആ സമയത്താണ് ഈ കുഴികൾ കൂടുതലായി രൂപപ്പെട്ടത്. ബുദ്ധിമുട്ടല്ലേ, എല്ലാം ബുദ്ധിമുട്ടല്ലേ. ബുദ്ധിമുട്ടില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ പോകുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വണ്ടി ബൈക്കാരൻ ഇതുപോലെ വെള്ളത്തിൽ പോയി. കോട്ടയം നഗരത്തിലെ പ്രധാന ബൈപ്പാസ് തിരക്കിൽ കിടക്കാതെ നഗരത്തിൽ കയറാനും തിരികെ പോകാനും കഴിയുന്ന വഴി. ദിവസവും ഈരേൽക്കടവ് ബൈപ്പാസിനെ ആശ്രയിക്കുന്നവർ കുറച്ചൊന്നുമല്ല. 2.5 കിലോമീറ്ററോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന പാതയിൽ സുഖമായി സഞ്ചരിക്കാം. എന്നാൽ ഈ വഴിയിലുണ്ടായ കുഴികൾ വലിയ അപകട ഭീഷണിയാണ് ഉയർത്തിയത്. നിരവധി പേർക്ക് അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. പരാതികൾ കൂടിയതോടെ 24 ഇന്ന് രാവിലെ വാർത്ത റിപ്പോർട്ട് ചെയ്തു. ഇതിന് പിന്നാലെ കുഴിയടയ്ക്കാൻ PWD തീരുമാനിക്കുകയായിരുന്നു. വൈകുന്നേരത്തോടെ ഈരയിൽക്കടവ് ബൈപ്പാസിലെ കുഴികളെല്ലാം നികത്തി. നാളെ ടാറിംഗ് പൂർത്തിയാക്കും. മാസങ്ങൾക്ക് മുമ്പ് കുഴി രൂപപ്പെട്ടപ്പോൾ തന്നെ ഇതിലെ കടന്നു പോകുന്നവർ പരാതി ഉന്നയിച്ചതാണ്. എന്നാൽ ആരും തിരിഞ്ഞു നോക്കിയില്ല. സിമന്റ് കവലയിലൂടെ കടന്നു പോകുന്ന മണിപ്പുഴ ബൈപ്പാസിലും സമാനമായ രീതിയിൽ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. എത്രയും വേഗം കുഴികൾ അടയ്ക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. വാർത്തയ്ക്ക് പിന്നാലെ ഈരയിൽക്കടവ് ബൈപ്പാസിലെ കുഴികൾ അടച്ചത് യാത്രക്കാർക്ക് ആശ്വാസമായിട്ടുണ്ട്. PWD കാട്ടിയ ആ വേഗത മറ്റ് സ്ഥലങ്ങളിലെ കുഴികൾ അടയ്ക്കാനും കാണിക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. കോട്ടയത്ത് നിന്ന് ജിത്തുവിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ.